കത്തിസ്മ 19 ഭാഗം 3. സങ്കീർത്തനങ്ങൾ 141, 142, 143. സങ്കീർത്തനം 141. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം. യഹോവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, എൻ്റെ അടുക്കലേക്ക് വേഗം വരണമേ. ഞാൻ നിന്നോട് അപേക്ഷിക്കുമ്പോൾ എൻ്റെ അപേക്ഷ കേൾക്കണമേ. എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും എൻ്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ. യഹോവേ, എൻ്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തി എൻ്റെ അധരദ്വാരം കാക്കണമേ. ദുഷ്പ്രവർത്തിക്കാരോട് കൂടെ ദുഷ്പ്രവർത്തികളിൽ ഇടപെടുവാൻ എൻ്റെ ഹൃദയത്തെ ദുഷ്കാര്യത്തിന് ചായ്ക്കരുതേ. അവരുടെ സ്വാദുഭോജനം ഞാൻ കഴിക്കുകയും അരുതേ. നീതിമാൻ എന്നെ അടിക്കുന്നത് ദയ, അവൻ എന്നെ ശാസിക്കുന്നത് തലയ്ക്ക് എണ്ണ. എൻ്റെ തല അതിനെ വിലക്കാതിരിക്കട്ടെ. ഇനി അവർ ചെയ്യുന്ന ദോഷങ്ങൾക്കെതിരെ എനിക്ക് പ്രാർത്ഥനയേ ഉള്ളൂ. അവരുടെ ന്യായാധിപന്മാരെ പാറമേൽ നിന്ന് തള്ളിയിടും. എൻ്റെ വാക്കുകൾ ഇമ്പമുള്ളവയാകയാൽ അവർ അവയെ കേൾക്കും. നിലം ഉഴുത് മറിച്ചിട്ടിരിക്കുന്നത് പോലെ ഞങ്ങളുടെ അസ്ഥികൾ പാതാളത്തിൻ്റെ വാതിൽക്കൽ ചിതറിക്കിടക്കുന്നു. കർത്താവായ യഹോവേ, എൻ്റെ കണ്ണ് നിങ്കലേക്കാകുന്നു. ഞാൻ നിന്നെ ശരണമാക്കുന്നു. എൻ്റെ പ്രാണനെ തൂകിക്കളയരുതേ. അവർ എനിക്ക് വച്ചിരിക്കുന്ന കെണിയിലും ദുഷ്പ്രവൃത്തിക്കാരുടെ കുടുക്കുകളിലും അകപ്പെടാതെ വണ്ണം എന്നെ കാക്കണമേ. ഞാൻ ഒഴിഞ്ഞു പോകുമ്പോഴേക്ക് ദുഷ്ടന്മാർ സ്വന്തം വലകളിൽ അകപ്പെടട്ടെ. ആമീൻ. ഇവിടെ 141 സങ്കീർത്തനം അവസാനിച്ചു. സങ്കീർത്തനം 142. ദാവീദിൻ്റെ ഒരു ധ്യാനം. അവൻ ഗുഹയിലായിരുന്നപ്പോൾ കഴിച്ച പ്രാർത്ഥന. ഞാൻ യഹോവയോട് ഉറക്കെ നിലവിളിക്കുന്നു. ഞാൻ ഉച്ചത്തിൽ യഹോവയോട് യാചിക്കുന്നു. അവൻ്റെ സന്നിധിയിൽ ഞാൻ എൻ്റെ സങ്കടം പകരുന്നു. എൻ്റെ കഷ്ടത ഞാൻ അവനെ ബോധിപ്പിക്കുന്നു. എൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുമ്പോൾ നീ എൻ്റെ പാതയെ അറിയുന്നു. ഞാൻ നടക്കുന്ന പാതയിൽ അവർ എനിക്ക് ഒരു കെണി ഒളിച്ചു വച്ചിരിക്കുന്നു. വലത്തോട്ട് നോക്കി കാണണമേ, എന്നെ അറിയുന്നവൻ ആരുമില്ലല്ലോ. ശരണം എനിക്ക് പോയിപ്പോയിരിക്കുന്നു. എൻ്റെ പ്രാണനു വേണ്ടി ആരും കരുതുന്നില്ല. യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു. നീ എൻ്റെ സങ്കേതവും ജീവനുള്ളവരുടെ ദേശത്ത് എൻ്റെ ഓഹരിയുമാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ നിലവിളിക്ക് ചെവി തരണമേ. ഞാൻ ഏറ്റവും എളിമപ്പെട്ടിരിക്കുന്നു. എന്നെ ഉപദ്രവിക്കുന്നവർ എന്നിലും ബലവാന്മാരാകിയാൽ അവരുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ഞാൻ നിൻ്റെ നാമത്തിന് സ്തോത്രം ചെയ്യേണ്ടതിന് എൻ്റെ പ്രാണനെ കാരാഗൃഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ. നീ എന്നോട് ഉപകാരം ചെയ്തിരിക്കിയാൽ നീതിമാന്മാർ എൻ്റെ ചുറ്റും വന്നുകൂടും. ആമേൻ. സങ്കീർത്തനം 143. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം. യഹോവേ, എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ യാചനകൾക്ക് ചെവി തരണമേ. നിൻ്റെ വിശ്വസ്തതയാലും നീതിയാലും എനിക്ക് ഉത്തരമരുളണമേ. അടിയനെ ന്യായവിസ്താരത്തിൽ പ്രവേശിപ്പിക്കരുതേ. ജീവനുള്ളവൻ ആരും തിരുസന്നിധിയിൽ നീതിമാനാകയില്ലല്ലോ. ശത്രു എൻ്റെ പ്രാണനെ ഉപദ്രവിച്ചിരിക്കുന്നു. അവൻ എന്നെ നിലത്തിട്ട് തകർത്തിരിക്കുന്നു. പണ്ടേ മരിച്ചവരെ പോലെ അവൻ എന്നെ ഇരുട്ടിൽ പാർപ്പിച്ചിരിക്കുന്നു. ആകയാൽ എൻ്റെ മനം എൻ്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുന്നു. എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ സ്തംഭിച്ചിരിക്കുന്നു. ഞാൻ പണ്ടത്തെ നാളുകളെ ഓർക്കുന്നു. നിൻ്റെ സകല പ്രവൃത്തികളെ ഞാൻ ധ്യാനിക്കുന്നു. നിൻ്റെ കൈകളുടെ പ്രവൃത്തിയെ ഞാൻ ചിന്തിക്കുന്നു. ഞാൻ എൻ്റെ കൈകളെ നിങ്കിലേക്ക് മലർത്തുന്നു. വരണ്ട നിലം പോലെ എൻ്റെ പ്രാണൻ നിനക്കായി ദാഹിക്കുന്നു. യഹോവേ, വേഗം എനിക്ക് ഉത്തരമരുളണമേ. എൻ്റെ ആത്മാവ് കാക്ഷിക്കുന്നു. ഞാൻ കുഴിയിലിറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ നിൻ്റെ മുഖത്തെ എനിക്ക് മറയ്ക്കരുതേ. രാവിലെ നിൻ്റെ ദയ എന്നെ കേൾക്കുമാറാകണമേ. ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നുവല്ലോ. ഞാൻ നടക്കേണ്ടുന്ന വഴി എന്നെ അറിയിക്കണമേ. ഞാൻ എൻ്റെ ഉള്ളം നിങ്കിലേക്ക് ഉയർത്തുന്നുവല്ലോ. യഹോവേ, എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. നിൻ്റെ അടുക്കൽ ഞാൻ മറവിനായി വരുന്നു. നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ. നിൻ്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടക്കുമാറാക്കട്ടെ. യഹോവേ, നിൻ്റെ നാമം നിമിത്തം എന്നെ ജീവിപ്പിക്കണമേ. നിൻ്റെ നീതിയാൽ എൻ്റെ പ്രാണനെ കഷ്ടതയിൽ നിന്ന് ഉദ്ധരിക്കണമേ. നിൻ്റെ ദയയാൽ എൻ്റെ ശത്രുക്കളെ സംഹരിക്കണമേ. എൻ്റെ പ്രാണനെ പീഡിപ്പിക്കുന്നവരെ ഒക്കെയും നശിപ്പിക്കണമേ. ഞാൻ നിൻ്റെ ദാസനാകുന്നുവല്ലോ. ആമീൻ. ഇതോടെ കത്തിഷ്മ 19 3 ഭാഗവും അവസാനിച്ചിരിക്കുന്നു. ഇതോടെ കത്തിഷ്മ 19 അവസാനമാണ്. അതുകൊണ്ട് അവസാനത്തെ പ്രാർത്ഥനകളൊക്കെ പറയേണ്ടതാണ്.